UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒച്ചിഴയുന്നതോടെ അണികളിൽ ആകാംക്ഷ ഉയരുന്നു. ഇതിനിടെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നതും മറ്റൊരു തലവേദനയായി മാറുന്നു. രാഷ്ട്രീയ ചതുരംഗക്കളിയിലും സാമുദായിക സ്ഥാനാർത്ഥി ചർച്ചകളിലും പര്യവസാനം ഉടൻ കുറിക്കുമെന്ന വിശ്വാസം ഒരു പരിധിവരെ ആശ്വാസം പകരുമെങ്കിലും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കീറാമുട്ടിയാകുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നു. LDF സേവ്യർ ചിറ്റിലപ്പിള്ളിയെ രണ്ടാം അംഗത്തിനിറക്കി വിജയശ്രീലാളിതനാകാൻ സർവ്വസന്നാഹങ്ങളോടെ രംഗത്തിറങ്ങുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൈപ്പിടിയിലാക്കാൻ വികസന പ്രവൃത്തികളുടെ പൂർത്തീകരിക്കാനുള്ളതിന്റെ വിശദ വിവരണങ്ങളുടെ വികസന രേഖകളുമായും തകൃതിയായുള്ള പര്യടന പരിപാടികളും സന്ദർശനവുമായി സേവ്യർ ചിറ്റിലപ്പിള്ളി കളം നിറഞ്ഞാടുകയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ UDF മത്സര രംഗത്തിറക്കിയില്ലെങ്കിൽ സാഹചര്യം ഏതുതന്നെയായാലും സേവ്യർ ചിറ്റിലപ്പിള്ളി എന്ന യുവ നേതാവിനെ തളച്ചിടാൻ നന്നേ വിയർക്കേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഒരു കാലത്ത് UDFന്റെ കുത്തകയായിരുന്നെങ്കിലും കാലചക്രം തിരിയുന്ന പോലെ LDF സേവ്യർ ചിറ്റിലപ്പിള്ളിയിലൂടെ 2021 തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ചെങ്കൊടി പാറിപ്പറപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി 81,026 വോട്ടും UDF സ്ഥാനാർത്ഥി അനിലക്കര 65,858 വോട്ടും കരസ്ഥമാക്കി. സേവ്യർ ചിറ്റിലപ്പിള്ളി 15,168 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് നിയമസഭയിലെത്തിയത്.